കർക്കടക വാവ് ബലിതർപ്പണം വ്യാഴാഴ്ച നടക്കും. ഇതിനായി സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ആയിരങ്ങൾ ബലിതർപ്പണത്തിനെത്തുന്ന കണ്ടിയൂർ ആറാട്ടുകടവിൽ അച്ചൻകോവിലാറിന്റെ ഭാഗത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി. വ്യാഴാഴ്ച നടക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ആയിരങ്ങൾ കർക്കടക വാവ് ബലിതർപ്പണത്തിനെത്തുന്ന കണ്ടിയൂർ ആറാട്ടുകടവിൽ അച്ചൻകോവിലാറിന്റെ ഭാഗത്ത് അപകടമുണ്ടാകാതിരിക്കാൻ തൂണുകൾ നാട്ടി ഇരുമ്പ് വല കെട്ടി അതിർത്തി തിരിച്ചു. ഒപ്പം കടവിലേക്ക് ഇറങ്ങുന്ന ആഴമുള്ള ഭാഗത്ത് മണൽ ചാക്കുകൾ അടുക്കുന്ന ജോലികളും പൂർത്തിയാക്കി. ബലിതർപ്പണത്തിനെത്തുന്നവരുടെ സൗകര്യാർത്ഥം ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കണ്ടിയൂർ തെക്കേ നടവഴി മാത്രമേ വാഹനങ്ങൾ ആറാട്ട് കടവ് ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. കണ്ടിയൂർ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലും കണ്ടിയൂർ മഹാദേവർ ക്ഷേത്രത്തിന് മുൻവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ആൽത്തറയിൽ നിന്ന് വടക്കോട്ട് വാഹനങ്ങൾ കടത്തിവിടില്ല. ബലിതർപ്പണം കഴിഞ്ഞ് തിരികെ പോകുന്നതിന് ബൈപ്പാസ് റോഡ് ഉപയോഗിക്കണം. പുലർച്ചെ 4 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ഇക്കുറി ബലിതർപ്പണത്തിന് കൂടുതൽ ബലിത്തറകളും കാർമ്മികരും ഉണ്ടാകും. തർപ്പണത്തിനെത്തുന്ന സ്ത്രീകൾക്ക് വസ്ത്രം മാറുന്നതിന് പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കണ്ടിയൂർ മഹാദേവർ ക്ഷേത്രത്തിലും ആറാട്ടുകടവിന് സമീപമുള്ള കീർത്തിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പിതൃപൂജ, തിലഹവനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിന് പ്രത്യേക കൗണ്ടറുകളും ഉണ്ടാകും. CDNet ന്യൂസ്, മാവേലിക്കര.